എക്സാം വിന്നർ ലേണിംഗ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. കോഴിക്കോട് സ്വദേശികളായ മിടുക്കരായ 2 സഹോദരന്മാരുടെ സ്റ്റാർട്ടപ്പ് സംരംഭമായ എക്സാം വിന്നർ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഇടയിൽ ഇതിനകം വൈറലായി മാറിയിരിക്കുന്നു. ഈ ലിമിറ്റേഷൻസ് ഓഫ് ഡയമെൻഷൻ അനാലിസിസ് വെറുതെ ഒന്ന് പഠിച്ചു വെച്ചേക്ക് 2-3 ലിമിറ്റേഷൻസ് പിടിച്ച് ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ പണ്ടേ വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് നമ്മളൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി ഫിസിക്സിൻ്റെയും മാത്സിൻ്റെയും സ്കൂൾ സ്റ്റുഡൻസിന് വേണ്ടി കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ആദ്യമൊക്കെ നമുക്കൊരു രസത്തിനായിരുന്നു ചെയ്തത്. പിന്നെ മെല്ലെ മെല്ലെ അതിൻ്റെ വ്യൂസും കമൻസൊക്കെ മെല്ലെ മെല്ലെ കൂടാൻ തുടങ്ങി. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഈ കേരളത്തിലെ സ്റ്റുഡൻസിന് ഇങ്ങനൊരു നീഡുണ്ട്. അതായത് വളരെ എനർജറ്റിക് ആയിട്ട് എന്നാൽ വളരെ സിമ്പിളായിട്ട് കുറച്ച് കഥകളും എക്സാമ്പിൾസും എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് പഠിപ്പിക്കുന്ന ആ രീതിയിലുള്ള ക്ലാസ് കുട്ടികൾക്ക് ശരിക്കും ആവശ്യമാണെന്നുള്ളത് നമുക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത്. ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എ ഇൻറ്റു ഡെൽറ്റ ബി. സാർ മൾട്ടിപ്ലിക്കേഷൻ അല്ല, എററിനെ മൾട്ടിപ്ലൈ ചെയ്യാം. ആ ഒരു സമയത്ത് കേരളത്തിൽ ഒരു എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോം ഒരിക്കലും യൂട്യൂബിൽ ലൈവ് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതായിരുന്നു കേരളത്തിൽ തന്നെ ഏറ്റവും ഫസ്റ്റ് യൂട്യൂബ് ലൈവ് ഒരു എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോം ചെയ്യുന്നത്. എൻ്റർടൈൻമെൻറ്റ് പല പ്ലാറ്റ്ഫോംസും കുറേ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു എഡ്യൂക്കേഷണൽ ലൈവ് ആദ്യമായിട്ടായിരുന്നു പോകുന്നത്. അത് എക്സാമിൻ്റെ ദിവസങ്ങളിലായപ്പോഴത്തേക്കും 10,000 സ്റ്റുഡൻസ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും അത് കഴിഞ്ഞിട്ട് അതിൽ പങ്കെടുത്ത പല കുട്ടികൾക്കും നല്ല നല്ല മാർക്ക് ആ ലൈവുകൾ കൊണ്ട് മാത്രം നേടാൻ സാധിച്ചു. അപ്പോൾ അതായിരുന്നു നമ്മുടെ ഒരു ഇൻസ്പിറേഷൻ. ആ ഫസ്റ്റ് ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ പിന്നീട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം പിന്നെ കുട്ടികളുടെയും പേരൻസിൻ്റെയൊക്കെ ഡിമാൻഡ് കൊണ്ടാണ് നമ്മൾ പിന്നീട് കോഴ്സുകൾ തുടങ്ങുകയും അതുവഴി പല കുട്ടികൾക്കും കേരളത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് റിസൾട്ടുകൾ എക്സാമിനർ ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചത്. മധ്യബിന്ദു എങ്ങനെ കണ്ടുപിടിക്കും? x1/1 x2/2 മധ്യബിന്ദു കണ്ടുപിടിക്കണമെങ്കിൽ എക്സാമിനറിന് ഇന്ന് 100-ലധികം എംപ്ലോയീസ് ഉണ്ട്. ക്ലാസ്സസ് 1 to 12 ഫ്രീ ആയിട്ട് പഠിക്കാൻ വേണ്ടി യൂട്യൂബ് ചാനൽസ് ഉണ്ട്. ആൻഡ് ഇതിലൊക്കെ 30 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സും ഉണ്ട്. എന്നാൽ ഈ ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫണ്ടിങ്ങോ ഇൻവെസ്റ്റ്മെൻറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് നമ്മളെ നേടിത്തരാൻ ഹെൽപ്പ് ചെയ്തത് കംപ്ലീറ്റ്ലി സ്റ്റുഡൻസിന് സപ്പോർട്ട് ആയിരുന്നു. അപ്പോൾ നമ്മുടെ ലൈവ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പം ആദ്യമൊക്കെ ഒരു 20-30 സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ രസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ ആയിരിക്കും 6-7 ആൾക്കാർ നമ്മുടെ കമ്പ്യൂട്ടറൊക്കെ വെച്ച് ഓണാക്കിയിരിക്കുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ 2023 SSLC പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ ലൈവ് റിവിഷൻ നടത്തിയപ്പോൾ 42,000 ലൈവായിട്ട് കുട്ടികൾ കാണുന്നുണ്ടായിരുന്നു. ആൻഡ് ഇത് SSLCയിൽ മാത്രം. എല്ലാ ക്ലാസ്സുകളും എടുത്ത് നോക്കിയാൽ 1 lakhിനെക്കാട്ടും സ്റ്റുഡൻസ് സെയിം ടൈം നമ്മുടെ ലൈവ് ക്ലാസ്സസ് കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇത് തന്നെയാണ് ഒരു വകയെ നമ്മളെ ഫണ്ട് ചെയ്യുന്നത്. ഈ സ്റ്റുഡൻസിന് ഈ സപ്പോർട്ടാണ് നമ്മളെ ഫണ്ട് ചെയ്യുന്നതും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്. അപ്പം K-യുടെ ഡയമെൻഷൻ ഫോർമുല എന്തായേ പറ്റുള്ളൂ? 1/T² ആയേ പറ്റുള്ളൂ. അഥവാ K-യുടെ ഡയമെൻഷൻ ഫോർമുല എന്തായിരിക്കും? പലരുടെയും ചിന്താഗതി ഓൺലൈനിലൊക്കെ പഠിച്ചാൽ ജസ്റ്റ് പാസ്സാവാം, അല്ലെങ്കിൽ മോശമില്ലാത്തൊരു മാർക്കൊക്കെ നേടാം, അത് മാത്രമേ പറ്റുള്ളൂ എന്നാണ്. പക്ഷേ എക്സാമിനർ അതൊക്കെ ആ ഒരു ധാരണയൊക്കെ തിരുത്തിയിരിക്കുകയാണ്. കാരണം ഈ വർഷത്തെ നമ്മുടെ +1 +2 ബാച്ചിൽ നിന്ന് 5 കുട്ടികളാണ് കേരള ടോപ്പേഴ്സായി 100% മാർക്കോടെ പാസ്സായത്. അതുകൂടാതെ SSLCയിൽ നിന്ന് 3864 സ്റ്റുഡൻസിനാണ് നമ്മുടെ ബാച്ചിൽ നിന്ന് ഫുൾ A+ നേടിയെടുക്കാൻ സാധിച്ചത്. ഇവരൊക്കെ പഠിച്ചത് ഓൺലൈനിൽ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഓൺലൈനിൽ പഠിച്ചാൽ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിനൊരു പ്രസക്തിയില്ല. അപ്പം ഇത് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഓൺലൈനിന് കുറേ അഡ്വാൻറ്റേജസ് ഓൺലൈനിന് മാത്രമായിട്ടുള്ളതുണ്ട്. ഇപ്പോൾ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് എവിടെയും ട്രാവൽ ചെയ്ത് ഫിസിക്കൽ ട്യൂഷന് പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ കുറേ സമയം ആ കുട്ടിക്ക് ലാഭിക്കാൻ പറ്റും. മാത്രമല്ല വീട്ടിലിരുന്ന് പഠിക്കണമെങ്കിൽ തന്നെ അത് ആ കുട്ടിയുടെ ഇഷ്ടമുള്ള സമയത്തിന് ഏറ്റവും കംഫർട്ടബിൾ ആയുള്ളൊരു സമയം ചൂസ് ചെയ്ത് പഠിക്കാം. ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ട് വീണ്ടും ഡൗട്ട് ഉണ്ടെങ്കിൽ എത്ര പ്രാവശ്യം വേണമെങ്കിൽ ക്ലാസ് കാണാം. ലൈവ് ഡൗട്ട് ക്ലിയറൻസും അങ്ങനെ കുറേ ഫെസിലിറ്റീസ് ഓൺലൈനിൽ മാത്രമായിട്ടുള്ള ഫെസിലിറ്റീസ് ആ കുട്ടിക്ക് ലഭിക്കും. ഇതൊക്കെ കൂടാതെ ഓൺലൈൻ പഠിക്കുമ്പോൾ 1000 കുട്ടികൾക്ക് ഒരു ടീച്ചർ മതിയാവും. ആ ഒരു ടീച്ചർ കേരളത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ടീച്ചർ ആവണം എന്നുള്ള ഒരു നിർബന്ധം എക്സാമിനർ ഉണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് എക്സാമിനർ ഇത്രയും നല്ല റിസൾട്ട് ഓൺലൈനിൽ പഠിച്ച കുട്ടികൾക്ക് തന്നെ നേടിക്കൊടുക്കാൻ സാധിച്ചത്. മാഗ്നറ്റിക് കോമ്പസ് അല്ല, നമ്മൾ വരയ്ക്കാനുള്ള ഡ്രോയിങ് കോമ്പസ്. നമ്മൾ ഇതേ റെവല്യൂഷൻ ഈ SSLCയിലും +1 +2 കൊണ്ടുവന്ന ഇതേ റെവല്യൂഷൻ നമുക്ക് JEE ആൻഡ് നീറ്റ് എക്സാംസിന് കൊണ്ടുവരുന്നതാണ് നമ്മുടെ വിഷയം. ഇപ്പോൾ ഒരു കുട്ടിക്ക് നീറ്റ് അല്ലെങ്കിൽ JEE കോച്ചിങ്ങിന് പോകണമെങ്കിൽ ഒരു 1 to 2 lakh rupees ഒക്കെ ആവും ഫീസിൽ തന്നെ. അപ്പം നമുക്ക് JEE ആൻഡ് നീറ്റിൽ വളരെ അഫോർഡബിൾ ആയിട്ട് ബെസ്റ്റ് എഡ്യൂക്കേഷൻ കൊണ്ടുവരണം. എല്ലാവർക്കും ഇത് അവൈലബിൾ ആക്കി കൊടുക്കാനാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇതുപോരാതെ കുറച്ച് ഔട്ട് ഓഫ് ടെക്സ്റ്റ് ലേണിംഗ്. ഇപ്പോൾ കുറേ ആൾക്കാർ പറയുന്നത് കേൾക്കാം, കുട്ടികൾക്ക് നല്ല മാർക്കാണ്, നല്ല കോളേജിലൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ ബേസിക് കാര്യങ്ങൾ ഇപ്പോൾ ഒരു ചെക്ക് ഫോം ഫില്ല് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ബാങ്കിൽ പോയി എന്ത് ചെയ്യണമെന്നോ, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി എന്ത് ചെയ്യണം, പിന്നെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്, ലോൺ എടുക്കണോ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ള ലൈഫിൽ ആവശ്യമുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ സ്കൂളിലോ ചെറുപ്പത്തിലോ പഠിക്കുന്നില്ല. അങ്ങനത്തെ ജീവിതത്തിൽ ആവശ്യമുള്ള വളരെ ഇമ്പോർട്ടൻറ്റ് ലൈഫ് സ്കിൽസ് ആയിരിക്കും നമ്മൾ അടുത്ത് പഠിപ്പിക്കാൻ എക്സാമിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ്.